വലേറിയൻ ചക്രവർത്തിയുടെ കാലത്ത് സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പ രക്തസാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ പ്രധാന സഹായിയായിരുന്ന ഡീക്കനായ ലോറൻസിനോട് സഭയുടെ സ്വത്തുക്കൾ മുഴുവൻ തൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കാൻ ആ ചക്രവർത്തി ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ റോമിലെ മുഴുവൻ അനാഥരെയും ദരിദ്രരെയും ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് ഇതാണ് സഭയുടെ നിധി എന്ന് ലോറൻസ് പ്രഖ്യാപിച്ചു. ഇതിൽ വിരോധമുണ്ട് ചക്രവർത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. പാവങ്ങളെ സഭയുടെ സ്വത്തായി കണ്ടിരുന്ന ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് തിരികെ നടക്കാനുള്ള ആഹ്വാനമാണ് ലോറൻസിൻ്റെ ഉൾപ്പെടെ സാക്ഷ്യങ്ങൾ വിവരിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ പുറപ്പെടുവിച്ച അപ്പസ്തോലിക പ്രഖ്യാപനം ദിലെക്സിത്തെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന തലവാചകം എടുത്തിരിക്കുന്നത് വെളിപാടിൽ നിന്നാണ്. വെളിപാട് 3:9. ജീവിച്ചിരുന്ന നാട്ടിൽ ഒരു സ്വാധീനവും സമ്പത്തുമില്ലാതിരുന്ന, നിരന്തരം ആക്രമിക്കപ്പെടുകയും കുറ്റം വിധിക്കപ്പെടുകയും ചെയ്ത ദരിദ്ര സമൂഹത്തോടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹിക്കുന്നവരോടും ദരിദ്രരോടുമുള്ള പ്രത്യേക സ്നേഹം ദൈവത്തിൻ്റെ തീരുമാനമാണ്, സഭയുടേതല്ല. ഇത്തരത്തിൽ ദരിദ്രരോടുള്ള പ്രത്യേക സ്നേഹം മൂലം മറ്റാരോടും വിവേചനം കാണിക്കാൻ ദൈവം ഇടകൊടുക്കുന്നുമില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള വലിയ സ്ഥാനത്തെ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രം. സഭയുടെ ശുശ്രൂഷയ്ക്ക് അർഹരായ ദരിദ്രരുടെ മാനദണ്ഡം ദാരിദ്ര്യം മാത്രം, അവരുടെ ദേശമോ വംശമോ അല്ല. ധർമ്മം കൊടുക്കുന്നത് മുതൽ ധാർമ്മിക ലോകക്രമം നടപ്പാക്കുന്നതുവരെ ദരിദ്രരെ സേവിക്കുന്നതിനായി ചെയ്യാനാകുന്ന സകലതും സഭ നിരന്തരം ഉത്സാഹത്തോടെ ചെയ്യുക തന്നെ വേണമെന്നും അതില്ലാതെ സഭയില്ലെന്നും ലയോ പാപ്പ പറയുന്നു. ദരിദ്രരെ സ്നേഹിക്കുന്ന സഭയുടെ നിലപാട് പാവങ്ങൾക്ക് സഹായകമാകുന്നു എന്നത് മാത്രമല്ല, സഭയെ നിരന്തരം നവീകരിക്കാനുള്ള ഉപാധിയും ഉറവിടവും കൂടിയായി പാപ്പ കാണുന്നു. പാവങ്ങളുടെ കരച്ചിലാണ് സ്വയം കേന്ദ്രീകരണത്തിൽ നിന്ന് സഭയെ മോചിപ്പിക്കുന്നതത്രേ. അതുതന്നെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തോട് സഭയെ എന്നും വിശ്വസ്തയായി നിലനിർത്തുന്നതും. സഭ തൻ്റെ ഏറ്റവും യഥാർത്ഥമായ സത്ത പ്രകാശിപ്പിക്കാനുള്ള വിളി വീണ്ടും കണ്ടെത്തുന്നതും ദരിദ്രരിലാണ്. കാരണം അവരിലാണ് ക്രിസ്തു തുടർന്ന് സഹിക്കുന്നതും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതും. ദരിദ്രനും നഗ്നനും ക്രൂശിതനുമായ ക്രിസ്തുവിനെ അനുകരിക്കാൻ ദാരിദ്ര്യത്തെ ആശ്രയിച്ച അസീസിയിലെ ഫ്രാൻസിസ് സാമൂഹ്യ സേവന സംഘടനയല്ല, സുവിശേഷാത്മകമായ സാഹോദര്യമാണ് സ്ഥാപിച്ചത്. ദരിദ്രരിൽ ഫ്രാൻസിസ് ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ടു. ദരിദ്രരോട് തുല്യനായോ അവരെക്കാൾ താഴ്ന്നവനായോ അവരുമായി ബന്ധം സ്ഥാപിക്കാൻ തൻ്റെ ദാരിദ്ര്യത്തെ വിശുദ്ധൻ ഉപയോഗിച്ചു. ഫ്രാൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ക്ലാരയെയും സമകാലികനായ ഡൊമിനിക്കിനെയും പാവങ്ങളെ സ്നേഹിച്ച മറ്റനേകം വിശുദ്ധരെയും സഭ ഇന്ന് സ്വീകരിക്കേണ്ട സമീപനത്തിനുള്ള മാതൃകയായി അവതരിപ്പിക്കുകയാണ് മാർപ്പാപ്പ ചെയ്തിരിക്കുന്നത്. ഇവർ വിശ്വാസികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല, മറിച്ച് സ്വന്തം സത്തയുടെ പ്രകാശനമായിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരോടുള്ള സേവനത്തിൽ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന സാമൂഹ്യ ഘടനകളോടുള്ള എതിർപ്പും ഉൾപ്പെടുമെന്ന കാര്യം പാപ്പ പറയാതെ പോകുന്നില്ല. അനീതിയുടെ സാമൂഹ്യ ഘടനകൾക്കെതിരെ ശബ്ദമുയർത്താൻ ദൈവരാജ്യത്തിലെ എല്ലാ അംഗങ്ങൾക്കും കടമയുണ്ട്. പ്രഖ്യാപനത്തിൻ്റെ അവസാന വരികളിൽ പാപ്പ എഴുതുന്നു, സ്നേഹത്തിന് സഭ പരിധി കൽപ്പിക്കാൻ പാടില്ല. പോരാടേണ്ടതായ ശത്രുക്കൾ സഭയ്ക്കില്ല, പകരം സ്നേഹിക്കേണ്ട സ്ത്രീപുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സഭയെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ഭാരതത്തിലെയോ കേരളത്തിലെയോ സഭയുടെ വലിയ പ്രലോഭന സാധ്യതകളിലൊന്ന് ഇതായിരിക്കാം. പ്രതിസന്ധികളിൽ തങ്ങളെ മാത്രം സ്നേഹിക്കാനും സംരക്ഷിക്കുവാനും തങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കാനുള്ള പ്രലോഭനം, സ്വന്തം പ്രീത്തിനെയോ സമുദായത്തെയോ മാത്രം ചേർത്ത് പിടിക്കാനുള്ള പ്രലോഭനം. ഈ രേഖ പുറത്തു വരികയും ലോകമത് ചർച്ചാവിഷയമാക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് സീറോ മലബാർ സഭ സമുദായ വർഷാചരണം നടത്തുന്നതിൻ്റെ പ്രഖ്യാപനവും പ്രസിദ്ധീകൃതമായിരിക്കുന്നത്. സമുദായം എന്ന പദത്തിൻ്റെ പ്രസക്തിയും സമുദായ ശാക്തീകരണത്തിൻ്റെ ആവശ്യകതയും വിശദീകരിക്കുന്നതിന് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഇടയലേഖനത്തിൽ ബൈബിൾ വാക്യങ്ങളും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അവയിലൊന്ന് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഇസ്രായേലിനോട് നെഹമ്യ നടത്തിയ ആഹ്വാനമാണ്. വരുവിൻ, നമുക്ക് ജെറുസലേമിൻ്റെ മതിലുകൾ പുതുക്കിപ്പണിയാം. ക്രിസ്തുവിൻ്റെ സഭയായി മാറി സകല ജനത്തിനും വിശേഷിച്ച് പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യ നിർമ്മിതിയുടെ ഉപകരണമാകുവാനും സാധിക്കുമെങ്കിൽ സമുദായ ശാക്തീകരണം പ്രസക്തമാണ്. അതല്ല സംഭവിക്കുന്നതെങ്കിൽ വിപരീത സാക്ഷ്യമായിരിക്കും. പോരാടേണ്ട ശത്രുക്കൾ സഭയ്ക്കില്ലെന്നും സ്നേഹിക്കേണ്ട മനുഷ്യർ മാത്രമേ ഉള്ളൂവെന്നും അതിന് അതിരുകൾ നിശ്ചയിക്കരുതെന്നും ദിലെക്സിത്തേയിൽ
ലിയോ 14 നടത്തുന്ന ആഹ്വാനം നമുക്ക് അവഗണിക്കാതിരിക്കാം. സുവിശേഷ ഘോഷണം വിശ്വാസ്യതയുള്ളതാവുന്നത് അത് എല്ലാവരിലേക്കും തുറക്കപ്പെടുമ്പോഴും അടുപ്പത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കുമ്പോഴുമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന കർത്താവിൻ്റെ വചനം അടിച്ചമർത്തപ്പെട്ടവൻ്റെ ചെവിയിൽ മന്ത്രിക്കപ്പെടുവാൻ സഭയുടെ ഇടപെടലുകൾ കാരണമാകണം.